ഭവാനീയമായ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? ഒരേ ഒരു പെങ്ങളല്ലാതെ നിനക്കുള്ളൂ, നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാതെ ഇവിടെ ജനിച്ചത്. അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു, അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും മണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ആ വകയിൽ എനിക്ക് നഷ്ടം 4 ലക്ഷം രൂപയാ. അത് കഴിഞ്ഞ് പൊടിച്ചു കളഞ്ഞ കാശിന്റെ കണക്കും എന്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല, സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്കി. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ. என்னோட அசம்ஷன் கரெக்டா இருந்தா இது எல்லாமே விக்ரமோட பிளான். அவர் மத்தவங்க கிட்ட காட்டின முகம் வேற, அவரோட நிஜ முகம் வேற. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കൊയ്യാക്കാം. നാണം ഉണ്ടോടാ നിനക്ക്? ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഇവനൊരു ചേട്ടനാണോ? സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ ഇവന് പറയുന്നത്. ഇവന് അങ്ങനെ ഒരു ബോധമുണ്ടോ? ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തപ്പെടുത്തി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് അവിടെ കുടുംബങ്ങളൊക്കെ നീ എന്തോ ആയിക്കോട്ടെ, അതിന്റെ പെങ്ങളല്ലയോടാ, അതിനെ പറ്റിയാണോ നീ പറയണേ? എന്ത് തോന്നിയ ദിവസം പറയണേ? നിന്റെ ലെവൽ ഇപ്പം നീ എത്രമാത്രം തരം താഴാമെന്ന് ഇപ്പൊ ഇതിനകത്തില്ലേ? മതി, അഭിനയിച്ചതും പച്ചപ്പാവൻ ചമഞ്ഞതൊക്കെ ചതിയിലാണ് നീ. ലോകത്തിന്റെ സഹോദരി എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ ബ്ലറാക്കി മാത്രമേ അതിനകത്ത് ഇടുന്നുള്ളൂ. സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. രോഹിത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തിന്റെ പുറത്താണെന്ന് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു ഫെയിമിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിട്ടോ ഒരു ബീജം ഒക്കെ ഇട്ട് അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാണ് ബ്രോയ്ക്ക് ഒരു സാധാരണ ഒരു കോമൺ മാൻ എന്ന രീതിക്ക് തോന്നുന്നത് എന്തുവാണ്? ഒരു നാടിനെ മൊത്തം വെറുപ്പിച്ചു, അവളുടെ വെറുപ്പ് നീ സമ്പാദിച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ?